ഇനി നമ്മൾ ക്വിക്കായിട്ട് നമ്മുടെ കൊച്ചേച്ചി കിച്ചൺ കോച്ച് എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ എങ്ങനെയാണ് ഈ ഇവിടെ ഒരു ഇക്കോസിസ്റ്റം, ലേണിംഗ് ഇക്കോസിസ്റ്റം ആണ് ഇവിടെ. ഇപ്പൊ വനി മാഡം പറഞ്ഞു ഇവിടെ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ഇക്കോസിസ്റ്റം, ലേണിംഗ് ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കുറെ കാര്യങ്ങൾ കൂടി ചേർന്ന ഒരു സംഭവമാണ് കൊച്ചേച്ചി കിച്ചൺ കോച്ച്. പഠിക്കും, പ്രാവർത്തികമാക്കും, പിന്നെ എന്താ പറയാ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലും. ഇവിടെ ഒരു ഫാമിലി പോലെയാണ്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ളത് 2 ക്ലാസ്സുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് 1-to-1 സെഷൻ ഉണ്ടായിരിക്കും. അവരുടെ ഈ ഫേസ്ബുക്ക് ഓഡിറ്റിംഗ്, മെറ്റ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്താ, അത് ഞാൻ നേരിട്ടിരുന്നാലേ നടക്കൂ. ചിലരുടെ കേസിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അവിടെ പാസ്വേഡ് പോയി, ഇവിടെ അക്കൗണ്ട് ആക്സസ് ഇല്ല, 2 അക്കൗണ്ട് ഉണ്ട്, അതുണ്ട്, മോന്റെ അക്കൗണ്ടിലാണ്, അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി 1-to-1 സെഷൻസ് ഉണ്ടായിരിക്കും. അത് ക്ലിയർ ആക്കലാണ് ആദ്യത്തെ ടാസ്ക്. അത് നമ്മൾ നേരിട്ട് 2-3 മണിക്കൂർ ചിലപ്പോൾ വേണ്ടി വരും. അത് ഒറ്റയ്ക്ക് ഒരു ദിവസം ആവില്ല, ചിലപ്പോൾ 2-3 ദിവസമായിട്ടായിരിക്കും. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റുഡൻറ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് സെഷൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും 8 മണിക്ക് കൊച്ചേച്ചി ഗ്രോത്ത് ലാബ് എന്ന് പറഞ്ഞിട്ട്, KKC ഗ്രോത്ത് ലാബ്, അവിടെ നമ്മൾ പഠിപ്പിക്കും. ഓരോ ടോപ്പിക് ഓരോ ദിവസം പഠിപ്പിക്കും. ഇന്നലെ നമ്മൾ പഠിച്ചത് ഗൂഗിൾ ബിസിനസ്സിൽ എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു ദിവസം ഒരു ടോപ്പിക് പഠിക്കും. എന്നിട്ട് അടുത്ത ദിവസം അതിന്റെ റിപ്പീറ്റ് തന്നെ, അതന്നെ വീണ്ടും പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരാള് സ്ക്രീൻ ഷെയർ ചെയ്യണം, അയാളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നു, അപ്പൊ മറ്റാൾക്കാർ നോക്കിയിരിക്കണം. എന്നിട്ട് അടുത്ത ദിവസം എല്ലാവരും ചെയ്തു വരണം. ഐഡിയലി ചെയ്തു വരാൻ ബുദ്ധിമുട്ടുള്ളവർ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ വേറൊരാൾ ഷെയർ ചെയ്തിട്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവർ ചെയ്യുന്നു. ഇനിയിപ്പോ അന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വരാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളത് റെക്കോർഡഡ് ആയിട്ട് നമ്മളുടെ ലേണിംഗ് ആപ്പ് ഉണ്ട്, അതിൽ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസത്തെ ക്ലാസ്സും അതിന്റെ ടോപ്പിക്കും പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ നിങ്ങൾ റിയൽ ആയിട്ട് ക്ലാസ് കാണുന്ന പോലെ തന്നെ അത് കണ്ട് ഒരാൾ ചെയ്യുന്ന അതേ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നോക്കി നോക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി ചെയ്യാൻ പോകുന്നത്, നാളെയല്ല, 22 അല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതാണത്. ഓഡിറ്റിംഗ്, ഫേസ്ബുക്ക് ആഡ് ഓഡിറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ മൺഡേയില്. അത് കഴിഞ്ഞ് ആഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്, ആഡ് ചെയ്ത് ഖദീജ ആഡ് ചെയ്തിരുന്നു. അവരുടെ ആഡ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിൽ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി, അപ്പൊ അതെന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതിനാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ദിവസവും ഓരോ ടോപ്പിക്, അടുത്ത ദിവസം അത് ചെയ്യിപ്പിക്കും. പിന്നെ ബുധനാഴ്ച വീണ്ടും ഒരു ക്ലാസ്, വ്യാഴാഴ്ച അത് വീണ്ടും ചെയ്യും. അങ്ങനെ ആഴ്ചയിൽ 4 ദിവസം 8 മണിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് മാറി മാറി വരും. പിന്നെ 9 മണിക്ക്, ഈ പറഞ്ഞ മൺഡേ ടു തേഴ്സ്ഡേ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, 9 മണിക്ക് നമ്മൾ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പഠിച്ചതിനെ കുറിച്ചിട്ടോ ബിസിനസിനെ കുറിച്ച് എന്തോ സംശയങ്ങളേ ഉള്ളൂ. സംശയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങൾ വരും. ഓക്കെ, ChatGPT വർക്ക് ചെയ്യുന്നില്ല, ChatGPT ചോദിച്ച പോലെ തരുന്നില്ല, മിസ്ബിഹേവ് ചെയ്യാണ്, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോൾ വേറെ എവിടേക്ക് പോകണം, ഇതൊക്കെയാണ് സംശയങ്ങൾ. അതുകൂടാതെ ഫുഡ് ബിസിനസ് ആണെങ്കിൽ അതിന്റെ സംശയങ്ങൾ ഉണ്ടാവാം. വേറെ എന്തെങ്കിലും, ഇപ്പോൾ കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കണം, പാക്കിങ്ങിന് ഏത് ബോക്സ് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള 100 സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് 1 മണിക്കൂർ കൊണ്ട് തീരില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ ഒരു 9 മണിക്ക് തുടങ്ങും, ചിലപ്പോൾ ഒരു 10:30 വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, അങ്ങനെ 4 ദിവസങ്ങളിൽ ഡൗട്ട് ക്ലിയറിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെഷൻ പഠിക്കും, രണ്ടാമത്തെ സെഷൻ ഒരു കാഷ്വൽ ആയിട്ട് നമ്മൾ അങ്ങനെ ഡൗട്ട് ക്ലിയറിംഗ് പിന്നെ സംസാരിക്കും. പിന്നെയാണ് ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ന് പറയൂ കേട്ടോ. നമ്മൾ പഠിക്കാനുള്ള പറഞ്ഞല്ലോ കുറെ വീഡിയോസും സംഭവങ്ങളൊക്കെ ഇതിൽ സേവ് ചെയ്യും. സ്ക്രീൻ കാണുന്നുണ്ടോ? ആ കാണാം. ആ, ഓക്കെ, ഇതാണ് നമ്മുടെ ലേണിംഗ് ആപ്പ്. ഇതിൽ കോഴ്സുകളുണ്ട്, ഇതിൽ നമ്മുടെ അപ്ഡേറ്റുകളുണ്ട്. കൊച്ചേച്ചി ഫാമിലി മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഞാൻ പറയാം, അതിനെ കുറിച്ച് പറയാം. ഇതിൽ വർക്ക്ഷോപ്പുകളാണ് ഇപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പാണ് ഇത്. അത് ഇതിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, കാണാനുണ്ടോ? ബൂസ്റ്റ് യുവർ ബിസിനസ് ഹെൽത്ത് ടുഡേ ലൈവ്, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇതാണ് കോഴ്സസ്. ഈ കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നത്. KKC ഗ്രോത്ത് ലാബ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ്സുകൾ. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ഇതാണ്, ഓരോ കോഴ്സുകളാണ്. മെറ്റാ ബേസിക്സ് ജൂൺ 10 ക്ലാസ്, ജൂൺ 10ന് എടുത്ത ക്ലാസ് ആണ്. അതിലാണ്
ഈ കാര്യങ്ങൾ മാമിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് കണ്ടോ? അതില് 14 ഫോളോവേഴ്സ് കാണുന്നുണ്ടോ? ഒരാള് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ളവർ നോക്കിയിരിക്കുന്നു, എന്നിട്ട് വീണ്ടും അടുത്ത ദിവസം ഇതേ ക്ലാസ് റിപ്പീറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. FB ഓഡിറ്റ്, പിന്നെ പോസ്റ്റിംഗ് ഇൻ FB, അങ്ങനെയുള്ള കുറെ അതായത് ചില സംഭവങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. നെയിം എഡിറ്റിംഗ്, ഇൻസ്റ്റാഗ്രാമിൽ പേര് മാറ്റുന്നത് എങ്ങനെ, പിന്നെ ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നു, അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞ ആഴ്ച. അതുപോലെ GST കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്താണ് ബൂസ്റ്റ് പോസ്റ്റ് സെറ്റപ്പ്, ഇങ്ങനെയാണ് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത്. ബൂസ്റ്റ് ഇത് പെയ്ഡ് ആണോ അതോ എങ്ങനെയാണ്? അതെ സർവീസ്. ഇതില് ഞാൻ പറയാം. ഇതാണ് ബൂസ്റ്റ് പോസ്റ്റ്. എന്താ അറിയോ നമ്മൾ, അതായത് നമുക്ക് ഇങ്ങനെയുള്ള കുറെ കോഴ്സുകളാണ് ഇതിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് സമയവും ആക്സസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ചലഞ്ച്. നിങ്ങൾക്ക് ഓർഡർ ഉണ്ടാവും, ആ സമയത്ത് വരാൻ പറ്റില്ല, ഫാമിലി പ്രശ്നങ്ങളുണ്ടാവും, അസുഖങ്ങളാവും. അപ്പൊ എന്താ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആപ്പ് ചെയ്തത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഈ L1 എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. അതിൽ ഒരു 1 by 1 ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ, നേരത്തെ കണ്ടത് ക്ലാസ്സിന്റെ റീപ്ലേ ആയിരുന്നു, ഇത് ശരിക്കുള്ള കോഴ്സാണ്. ആദ്യം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുന്നത് മുതൽ, പിന്നെ കണ്ടന്റ് ക്രിയേഷൻ, ChatGPT കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഒക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ചിലതിൽ വീണ്ടും കുറെ ഓഡിയോ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൽ ടെക്സ്റ്റ് ആയിട്ട് എഴുതിയത് ഉണ്ടാവാം. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലേണിംഗ് മാനേജ്മെന്റ് ആപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഒരു ഇഫക്റ്റീവ് ആയിട്ട് ഒരു ടൂളായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പലർക്കും കുറെ പറഞ്ഞാലും ഡൗട്ടുകൾ വീണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയില്ല, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഗൂഗിൾ ബിസിനസ്സിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയാ, ഇന്ന് ചെയ്ത പോലെ ആവില്ല നാളെ നോക്കുമ്പോൾ. ഒരാളുടെ ഗൂഗിൾ ബിസിനസ്സിൽ കൊടുത്ത ഇമെയിൽ ID ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ വേറെ ഇമെയിൽ ID കണക്ട് ചെയ്യണം. അപ്പൊ ഈ സംഭവം വേറെ ആൾക്ക് ഉണ്ടാവില്ല, വേറെ ആളുടെ ചെയ്യുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോരുത്തരുടെയും കേസ് സ്റ്റഡികൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ഈ ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട്, ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ തന്നെ എന്താ ചെയ്യണമെന്നുള്ളത് അറിയില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈ അവിടെയൊക്കെ പോയി സംഭവം കറക്റ്റായി വരും. അതിന്റെ കാരണം എന്താണ്, നിങ്ങളുടെ ആ ടെക്നോളജി ആയിട്ട് നിങ്ങളുടെ കൈയും ബ്രെയിനൊക്കെ ഒരു തഴക്കം വന്നു അല്ലേ? അതുപോലെ ആവണം ഇനിയുള്ള ഈ ബിസിനസ്, ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഓൺലൈൻ ആക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വഴങ്ങണം. ഇനി അങ്ങോട്ടുള്ള ഒരു 5-6 മാസത്തിനുള്ളിൽ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് വരും. ഇപ്പൊ ഭവാനി മാഡം പറഞ്ഞില്ലേ, അവരെ കുട്ടികളൊക്കെ ഈ പ്രായത്തിൽ ഇനിയിപ്പോ നിങ്ങൾ ഫേസ്ബുക്കിൽ റീൽസ് ഇടാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, പക്ഷെ അവരുടെ മുഖം കാണിച്ചിട്ടുള്ള റീൽസ് ഒക്കെ അവർ ഇടുന്നുണ്ട്. അപ്പൊ അതിലവർക്ക് പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. പ്രൗഡ് ഫീലിംഗ് മാത്രം പോരാ, നമുക്ക് വരുമാനം വേണം, അത് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഗ്യാരണ്ടി ആണ്. നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളിപ്പോ ഈ പ്രൊഡക്റ്റിനൊക്കെ ഇതുപോലെയുള്ള ബിസിനസ്സുകൾ വളരാനുള്ള കാരണം എന്താണ്, അതിന്റെ ഒരു മാർക്കറ്റ് സ്റ്റഡി നിങ്ങൾ നടത്തി നോക്കൂ. അപ്പൊ അറിയാം ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിനോട് താല്പര്യം തുടങ്ങിയിട്ടുണ്ട്. എല്ലാതും ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുപോലെയാണ്. അപ്പൊ നമ്മളും ആ അവസരം ഉപയോഗിക്കണം. ഓക്കെ, അതുപോലത്തെ കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. ഈ കൊടാനുകോടി ജനങ്ങളില് മലയാളികൾ മാത്രം എടുത്താൽ മതി. എത്ര കോടി, 4 കോടിയോ അത്രയും തോന്നുന്നുണ്ട്. അപ്പൊ അതില് ഒരു 1000 കസ്റ്റമേഴ്സിന് കിട്ടാനാണോ ബുദ്ധിമുട്ട്? ഫേസ്ബുക്ക് എന്ന് പറയുന്നത്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഉള്ള എല്ലാ മലയാളികളും ഉപയോഗിക്കുന്നതാണ്. ഞാൻ പറയാം, ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഇതുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല, എവിടെ ഏത് ഇറാനിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ എവിടെയുള്ള കസ്റ്റമേഴ്സിനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അവിടേക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കാം, ഓൺലൈനായിട്ട് നിങ്ങൾ സർവീസുകൾ കൊടുക്കാം. ഇതുപോലെ ഈ സൂം മീറ്റ് വെച്ച് നിങ്ങളുടെ ട്യൂഷൻ ആവട്ടെ, ഏത് സർവീസ് ആവട്ടെ ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇവിടെ ആരെങ്കിലും സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. എത്രയും പെട്ടെന്ന് കോച്ചിങ്, എന്തെങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ, സ്റ്റിച്ചിങ് ആവട്ടെ, ബേക്കിംഗ് ആവട്ടെ, അതല്ലെങ്കിൽ എന്താ ചെറിയ ഈ എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റ് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, എന്ത് സംഭവം ആയിക്കോട്ടെ, അതിൽ നിങ്ങളൊരു കോച്ചായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ട്. പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു മോശം എന്നല്ല പറഞ്ഞു, പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കുറച്ച് എഫേർട്ട് ഉണ്ട്. നമ്മൾ മാനുവലായിട്ട് കുറെ സംഭവം പഠിപ്പിക്കുക. കോച്ച് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നില്ലേ, ഈ ഒരു സംഭവം റെക്കോർഡഡ് ആയിട്ട്, ആ റെക്കോർഡിങ്സ് ആണ് എൻ്റെ സ്ട്രെങ്ത്. ഇനി എനിക്ക് അതിലിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. അത് ഞാൻ സംസാരിച്ചതാണ്, ഞാൻ ഒറിജിനലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, അത് ഇഫക്റ്റീവ് ആണ്.
അത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ട എനിക്ക്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഓൺലൈൻ കണ്ടന്റിന്റെ വാല്യൂ. ആ ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫോർ എവർ അത് അവിടെ ഇരിക്കും. അത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോഴ്സുകൾ നമുക്ക് ഈസി ആയിട്ട് ചീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, ചീപ്പായിട്ട് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നല്ല ഉദ്ദേശിച്ചത്. അതിനും ഒരു എഫേർട്ട് ഉണ്ട്. അതിലിപ്പോൾ ഈ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഇങ്ങനെയുള്ള ടെക്നോളജി ഉണ്ട്, അതിൽ സൂമും ഉണ്ട്, എല്ലാറ്റിനും പേയ്മെന്റ് ഉണ്ട്, റിക്കറിങ് പേയ്മെന്റ്സ് ഉണ്ട്, എല്ലാ മാസവും പേയ്മെന്റ് വരും. പക്ഷെ എന്നാലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഐറ്റം പഠിപ്പിക്കാൻ, ഒരു മാത്സ് ട്യൂഷൻ ആവട്ടെ, അതല്ലെങ്കിൽ യോഗ ആവട്ടെ, ഒക്കെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, സർജറി വരെ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെയല്ലേ. കറക്റ്റ്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഒരു സർവീസ് പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പിന്നെ ഉള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം, നമ്മൾ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച 8 മണിക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഉള്ള ഒരു ഫാമിലി മീറ്റ് ഉണ്ട്. അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിക്കും. ഓരോ ആഴ്ചയിലും അവരെന്തൊക്കെയാണ് ചെയ്തത്, ആഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടിയത്, പിന്നെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കും. പിന്നെ എന്താ പറയുക, ചിറ്റ് ചാറ്റ് അങ്ങനെയുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താ പഠിപ്പിച്ചത്? കഴിഞ്ഞ 2 ആഴ്ചയിൽ ഉദ്യം രജിസ്ട്രേഷൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സോ അല്ലെങ്കിൽ ടൂൾസോ പരിചയപ്പെടുത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. അവിടെയാണ് പലർക്കും അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ ഈ ബിസിനസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ്. ഞാൻ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ഇതാണ്. മെയിനായിട്ട് 3 മാസത്തെ ഈ കോഴ്സാണ്. ഇപ്പൊ ഭവാനി മാഡം അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ 1 മന്ത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്, 1 മന്ത് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 1 മന്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം സ്റ്റാർട്ടേഴ്സിന്, ഇതിനെക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ഒരു മാസം കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായപ്പോൾ അത് 3 മാസത്തേക്ക്. അതിലെന്ന് വെച്ചാൽ അവർ എക്സ്റ്റെൻസീവായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 1-to-1 കോച്ചിങ് ഉണ്ട്, ഗ്രൂപ്പ് കോച്ചിങ് ഉണ്ട്. അതിൽ സിലബസ് എന്ന് പറയുന്നത്, സിലബസ് ഞാൻ പറഞ്ഞു തരാം. ഇതൊക്കെയാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അല്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഈ L1 അല്ല കേട്ടോ, ഇത് വേറെയാണ്. ഇത് L1 ആണ്. 3 മന്ത്സിന്റെ ആണ് ഞാൻ പറയുന്നത്. മറ്റേതൊരു ക്രാഷ് കോഴ്സ് ആണ്, അത് ഞാൻ പറയാം. 3 മന്ത്സിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ പഠിക്കുന്നത് ഫേസ്ബുക്ക് ബിസിനസ് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ്, വാട്സപ്പ് ബിസിനസ് സെറ്റപ്പ്, ഗൂഗിൾ ബിസിനസ് സെറ്റപ്പ്, യൂട്യൂബ്, AI ടൂൾസ്, ക്യാൻവ ബേസിക്സ്, റീൽസ് ഉണ്ടാക്കുന്നത്. റീൽസ് ഉണ്ടാക്കുന്ന വീഡിയോ എഡിറ്റിംഗ്, VN എഡിറ്റർ വെച്ചിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കും. മെറ്റ ആഡ്സ് എങ്ങനെ ഉണ്ടാക്കണം, ലോഞ്ച് ചെയ്യണം. അത് മൊബൈലിലാണെങ്കിൽ ബൂസ്റ്റ് പോസ്റ്റ്, പിന്നെ കമ്പ്യൂട്ടറിലുള്ളവർക്കാണെങ്കിൽ ക്യാമ്പയിൻ മാനേജർ വെച്ചിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മാത്രം. റിസൾട്ട് സെയിം തന്നെയേ വരുള്ളൂ, പക്ഷെ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് അനാലിറ്റിക്സ് ഒക്കെ നോക്കാനൊക്കെ പറ്റും. പിന്നെ ആഡ് സപ്പോർട്ട്, അതായത് ആഡ് കൊടുത്തിട്ട് അവർക്ക് 2 ആഴ്ച അവരുടെ കൂടെ ഇരുന്നിട്ട് സ്പെഷ്യലായിട്ട് അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതായത് ഒരു ആഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിലെന്താണ് പ്രശ്നം, അത് നോക്കിയിട്ട് അതിന് കറക്ഷൻസ് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് വീണ്ടും ചെയ്യാം. അത് 2 മാസമല്ല, അത് നമ്മളിങ്ങനെ ഈ 3 മന്ത് പ്രോഗ്രാമിൽ നിങ്ങൾ ഇതൊക്കെ ആ 3 മന്തിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ലൈവ് ട്രെയിനിങ് ഉണ്ട്, ഗ്രൂപ്പ് സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും തിങ്കൾ ടു വ്യാഴം. പിന്നെ കൊച്ചേച്ചി കണക്ട് ഡെയിലി ഡൗട്ട് ക്ലിയറിംഗ് 9 മണിക്ക് എല്ലാ ദിവസവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും 8 മണി മുതൽ 9 മണി വരെ, തിങ്കൾ ചൊവ്വ വ്യാഴം ബുധൻ വ്യാഴം. പിന്നെ ശനിയാഴ്ച കൊച്ചേച്ചി ഫാമിലി മീറ്റ്. ഓക്കെ, ഇതിൽ ഫേസ്ബുക്കിന്റെ കംപ്ലീറ്റ്, ഇൻസ്റ്റാഗ്രാം കംപ്ലീറ്റ്, വാട്സപ്പ് ബിസിനസ്, ഗൂഗിൾ ബിസിനസ്, യൂട്യൂബ്, ക്യാൻവ വലിയ സംഭവമല്ല. അതായത് നമ്മൾ ബേസിക് ആയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനും അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ. പിന്നെ ChatGPT ഉള്ളത് കൊണ്ട് നമുക്ക് ക്യാൻവ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ക്യാൻവയുടെ ബേസിക്സ് ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. വീഡിയോ എഡിറ്റിംഗ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. എല്ലാവരും ചെറിയ ചെറിയ രീതിയിലെങ്കിലും വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത് ഇടാൻ നേരത്താവും നോക്കുക, അതിൽ കുറേ പേര് ചുമക്കുന്നുണ്ട്, അവിടെ ഇത് ശരിയായില്ല, അവിടെ അത് കട്ട് ചെയ്യണം, പിന്നെ ജോയിൻ ചെയ്യണം, അതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു എഡിറ്റിംഗ് അത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതൊക്കെ നമ്മളുടെ കോഴ്സിൽ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കൂടാതെ ബിസിനസ് വളർച്ചയ്ക്ക് ആവശ്യമായ മൈൻഡ് സെറ്റ് സെഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊച്ചേച്ചി ഫാമിലി മീറ്റിൽ ഇങ്ങനെ
നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും, ഫുഡ് ബിസിനസിന്റെ എക്സ്പീരിയൻസിന്റെ ബേസിൽ. പിന്നെ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ആഡ് കൊടുത്തിട്ട് അത് എങ്ങനെയാണ് നർച്ചർ ചെയ്യാന്ന് പറയാം. നർച്ചർ എന്നാണ് അതിന് പറയുന്ന പേര്. ആദ്യം വരുന്ന ആൾക്കാർ കോൾഡ് ലീഡ്സ് എന്ന് പറയാം, അവര് അത്ര ആക്റ്റീവ് അല്ല. പിന്നെ അവരെ നർച്ചർ ചെയ്ത് വളർത്തി അവരെ കസ്റ്റമേഴ്സ് ആക്കണം. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് താല്പര്യമുള്ളവര് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിന്റെ പേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ 5900 ആണ്.